ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡിൽ സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ് കേട്ടോ. നമ്മളൊരു സാരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് സെറ്റ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം, സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ്. ഇതേപോലെ തന്നെ ഒരു കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ കണ്ട് സപ്പോർട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാരിയിൽ കുറച്ച് കരഭാഗങ്ങൾ അതേപോലെ തന്നെ മുന്താണി ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. ബാക്കി വരുന്ന ആ ഒരു പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ടോപ്പിൻ്റെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത്, അതൊന്ന് ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 35-36 ഇഞ്ചിലാണ് ഞാൻ ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കര വരുന്ന ഭാഗങ്ങൾ അതേപോലെ തന്നെ ഈ ഒരു കാണുന്ന ഭംഗിയല്ലാതെ വേറെ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺസിൻ്റെ ഒക്കെ പോയിന്റ് വരില്ലേ, ആ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ നമ്മൾ 7 കൊടുത്ത്, ആം ഹോൾ നമ്മൾ 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെസ്റ്റ്, ഷേപ്പ്, ഹിപ്പൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 ഇഞ്ചിന് ശേഷം ഉള്ള ഭാഗത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ഇഞ്ചിന് ശേഷമുള്ള ഭാഗത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ചും എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ അവിടെ നമ്മൾ 9, 8.5 ഇഞ്ച് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 9 ഇഞ്ച് എക്സ്ട്രാ 1 ഇഞ്ചായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ മാർക്കിങ് വരുന്നത്. അത് ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ച് ഈ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും കേട്ടോ. അത് ഏകദേശം ഒരു എക്സൽ സൈസ് എന്നൊക്കെ പറയാം. നമ്മൾ 10 ഇഞ്ചാണ് ചെസ്റ്റ് വരിക എക്സലിൽ. അതിലും കുറച്ചും കൂടി മെലിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ 9 ഇഞ്ചോളം മതി. അപ്പോൾ ആ ഒരു മാർക്കിങ്ങും മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പിന്നെ ആം ഹോൾ ഒന്ന് കർവ് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലൂടെ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ മാർക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ 3 ഇഞ്ചാണ്. ഇത് ഫ്രണ്ട് പാർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് നെക്ക് എത്രയാണ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് 5 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 7 ഇഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ 5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് അത്രേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നീട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 3 ഇഞ്ചിലേക്ക് നീട്ടിയിട്ടാണ് നമ്മൾ നെക്കിൻ്റെ പോർഷന് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മടക്കി വരുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ആ 3 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ആ കട്ടിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ നെക്ക് വിഡ്ത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നീട്ടിയിട്ട് തന്നെ അങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ നെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്ലോപ്പ് നമ്മൾ ഷോൾഡറിനോട് ചെറിയൊരു സ്ലോപ്പ് 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, അതും ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്ന ഭാഗമാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പാർട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രണ്ട് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ നമ്മളെ കട്ടിങ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എൻഡിൽ ഒരു 3 ഇഞ്ച് മുകളിലേക്കായിട്ട് ഒരു ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് കയറിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് മാതിരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. കുറച്ചും കൂടി പഴക്കമുള്ളവർക്ക് ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അത് നിവർത്തുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവാമെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമുക്കിങ്ങനെ കിട്ടുക. ഫ്രണ്ട് പോർഷനാണ് ഇത് വരുന്നത്, 2 പീസായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ആ ഒരു സ്ലോപ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ കൂടി നമ്മൾ ബട്ടൺസിൻ്റെ അല്ലെങ്കിൽ ഒരു മടക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ഇട്ടില്ലേ, അതിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക.
മറ്റേതും അതേപോലെ തന്നെ അങ്ങനെ 2 മടക്കായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ നെക്കിൻ്റെ വിടുത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വരിക. പിന്നെ നമുക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ ഇതേപോലെ ഞാൻ സാധാരണ നമ്മൾ ഓപ്പണായി വരുന്ന ഭാഗത്തൊന്നുമല്ല, നോർമൽ എങ്ങനെയാണ് നമ്മൾ ടോപ്പിനൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡർ കൊടുത്തിട്ടുണ്ട് 7 ഇഞ്ച്, 7 ഇഞ്ച് നമ്മൾ ആം ഹോൾ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തത്. നെക്കിൻ്റെ ലെങ്ത്തും നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കൂട്ടട്ടോ. ഞാൻ അവിടെ 3 കൊടുത്തത്, പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഇഞ്ചും കൂടി ഇറക്കിങ്ങാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പാർട്ടിൽ വരുന്നത്. 3 ഇഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ 3 ഇഞ്ച് ലെങ്ത്ത് 3 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ സംശയം എന്താ വെച്ചാൽ ഞാനിത് ഫ്രണ്ട് പാർട്ടാണ് വിചാരിച്ചിട്ട് 5 ഇഞ്ച് കൊടുക്കാൻ പോയിട്ടോ. അപ്പോൾ 5 ഇഞ്ചല്ല 3 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ബാക്ക് പാർട്ടാണെന്നുള്ള മറന്നുപോയി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മളെ ബാക്ക് പാർട്ടിൽ. പക്ഷേ ബാക്ക് പാർട്ടിൽ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ഇഞ്ച് എടുത്തിട്ട് 10 ഇഞ്ചിൽ ജസ്റ്റ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പാർട്ട് 10 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു ഇത് വരില്ലേ, നമ്മൾ ഒരു കട്ട് എന്താ പറയുക, നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല, അതിനെക്കൊണ്ടാണ് പറയുന്നത്. ആ ഒരു കട്ടിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 10 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ കയറി വെക്കുന്ന സമയത്ത് നമ്മളെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ എടുക്കുക, 10 ഇഞ്ചിലും കൂടുതൽ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ അളവ് എത്രയാണോ അതിനോട് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ നമ്മൾ എക്സ്ട്രാ എടുക്കുക. ആ ഒരു 4 ഇഞ്ച് വരുന്ന നമുക്ക് ആ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവട്ടെ, ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റിനേക്കാളും 4 ഇഞ്ചോ 5 ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ ഒരു 14-15 ഇഞ്ചിലാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ സ്ലീവിൻ്റെ ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 10 ഇഞ്ച് വരുന്നത് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 10 ഇഞ്ചിൻ്റെ ശേഷം വരുന്ന ബാക്കി എത്രയാണ്, നമ്മളിപ്പോൾ 36 ഇഞ്ചാണല്ലോ നമ്മുടെ ലെങ്ത്ത് എടുത്തത്. അപ്പോൾ 10 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ വരുന്നത് അതാണ് ബാക്കി പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പം നെക്ക് നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ സ്ലോപ്പ് നമ്മൾ 1/2 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്, ആ സ്ലോപ്പും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ആ സ്ലീവിൻ്റെതോട് കൂടി തന്നെ നമ്മൾ ആ ഒരു 14 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ സ്ലീവിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം കൂടുതൽ കട്ട് ചെയ്തെടുക്കേണ്ട. പിന്നെ നമ്മൾ ഈ ഒരു പ്ലീറ്റ് വെക്കുന്ന സമയത്ത് കുറയേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കട്ട് ചെയ്യാത്തത്. പിന്നെ നമ്മൾ വെച്ച് നോക്കിയിട്ട് പിന്നെ കറക്റ്റായിട്ട് നമുക്ക് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് ഇപ്പം നമ്മൾ എടുത്തില്ല, എക്സ്ട്രാ നമ്മൾ എത്രയാണോ എടുത്തത് അതിൻ്റെ അതേ അളവ് വേണം നമ്മൾ ബാക്കിയുള്ള ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ലെങ്ത്തും 10 ഇഞ്ച് കുറച്ചിട്ട് പിന്നെ 36ലേക്ക് എത്രയാണോ വരിക അത് നമ്മൾ കണക്കാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പിന്നെ നമ്മുടെ ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് തന്നെ അളവിന് വെച്ചിട്ട് ജസ്റ്റ് ആ ഷേപ്പും കാര്യങ്ങളും അതേപോലെ ചെയ്തെടുക്കുകയാണ്. ആദ്യത്തേൽ നമ്മൾ 3 ഇഞ്ചായിരുന്നു നമ്മൾ ആ ഒരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നതിന് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിൽ ആ ഒരു പ്ലീറ്റ് വെക്കുന്നതിന്. അപ്പോൾ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ടോപ്പിൻ്റെ കട്ടിങ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. സിമ്പിളാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 1 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കട്ടിങ് കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ താഴത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, താഴത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 3 ഇഞ്ച് കയറിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ ഒരു കോഡ് സെറ്റിൻ്റെ ആ ടോപ്പ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ബാക്കിൽ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുള്ളത്, അത് കറക്റ്റ് അളവ് നോക്കട്ടോ. നമുക്ക് എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒരു 28 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എവിടെയാണോ വരുന്നത് ആ പകുതി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ടുള്ള 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പം നമ്മുടെ തുണി എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത്തിൻ്റെ പകുതിയിൽ നമ്മൾ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറം അതേപോലെ നമ്മൾ 2 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിൽ ഈ ഒരു ഭാഗം തന്നെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ സ്ലീവ് കൊടുക്കുന്ന ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. അതും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് ചെയ്യുക. സ്ലീവിൻ്റെ ഒക്കെ ഞാൻ സിമ്പിൾ മെത്തേഡൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് പാൻറ്റാണ്. പാൻറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4ആയിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. 2 കാലിൽ നിന്നുള്ള ലെവലിൽ 4ആയിട്ട് നമുക്ക് അത് ഒന്നാമത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേതിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് 2 പാർട്ടായിട്ടാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പാൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് ബാൻഡിലും പോകും, 2 ഇഞ്ച് താഴത്ത് നമ്മൾ മടക്കി അടിക്കുന്നതിലും പോകും കേട്ടോ. അപ്പോൾ 42 ഇഞ്ച് ടോട്ടൽ എടുത്തിട്ടുണ്ട്. 12 ഇഞ്ചാണ് നമ്മുടെ ഒരു വേസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത്. പിന്നെ ക്രോച്ച് ലെങ്ത്ത് നമുക്ക് വരുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഇഞ്ചിന് താഴത്ത് വെക്കുമ്പോഴാണ് 14 ഇഞ്ച്, അല്ലെങ്കിൽ 2 ഇഞ്ചിന് മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചാണ് വരിക. പിന്നെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ആ ക്രോച്ച് ഏരിയ വരച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് 14 ഇഞ്ച് വീതിയിലാണ് നമ്മളിവിടെ ഒരു പലാസോ പാൻറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു 14 ഇഞ്ച് വീതിയിൽ നമ്മളങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. പാൻറ്റിൻ്റെ ഒക്കെ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ ചെയ്ത് കാണിച്ച വീഡിയോ ഒക്കെ ഉണ്ട്. അത് ഞാൻ ലിങ്ക് ഷെയർ ആക്കട്ടോ, അല്ലെങ്കിൽ പോയി കാണാം. കണ്ടിട്ട് വളരെ ഈസിയിൽ നമുക്ക് മനസ്സിലാക്കാം. ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ പേപ്പറിൽ ഇതേപോലെ തന്നെ എങ്ങനെയാണ് അളവ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം കൂടി കട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ പലാസോയുടെ ഈ ഒരു ഓപ്പൺ അല്ലാത്ത ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നോർമലി ഒരു പലാസോ മാതിരിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് ബാൻഡിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്ത് നമ്മൾ മടക്കി അടിക്കാനുള്ള ഒരു 2 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മളൊരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാകുമ്പോൾ ഒന്നും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ചുമ്മാ അങ്ങനെ ചെയ്യൂലേ, നമ്മൾ കാര്യങ്ങളും കറക്റ്റ് മെഷറും കാര്യങ്ങളല്ലെങ്കിൽ കുറച്ചൊരു ഒരു അപാകതയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് ആയത് തന്നെ നമ്മളെ സ്റ്റിച്ചിങ്ങും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പാൻറ്റിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് സ്ലീവാണ്. സ്ലീവ് ഒരു ഫുൾ സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ലീവ് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ. 10 ഇഞ്ചിൽ നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ട് 3 ഇഞ്ച് താഴത്തേക്ക് കൊടുത്ത് ഒരു ഇഞ്ചും കൂടി താഴത്തേക്ക് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. 21 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീതി വരുമ്പോൾ താഴത്തേക്ക് വരുന്ന സമയത്ത് കുറയും. അത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് 8 ഇഞ്ച്, പിന്നെ 7 ഇഞ്ച്, പിന്നെ താഴത്തേക്ക് ആകുമ്പോൾ 6 ഇഞ്ച്. അത് നമ്മൾ കൈവണ്ണത്തിനനുസരിച്ച് മാറിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും